നമസ്കാരം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ ശുഭകരമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തെ വ്യവസായ സംഘടനയായ FICCI നടത്തിയ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025-2026 സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തോടനുബന്ധിച്ച് FICCI നടത്തിയ സർവേയിൽ ഇന്ത്യയുടെ നിർമ്മാണ രംഗം എക്കാലത്തെയും അപേക്ഷിച്ച് ഏറ്റവും മികച്ച നിലയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. FICCIയുടെ 68ാമത്തെ ക്വാർട്ടർലി സർവേ ഓൺ മാനുഫാക്ചറിംഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതുപ്രകാരം ഇന്ത്യയുടെ നിർമ്മാണ സൂചിക അഥവാ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് 2025-26 സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ രേഖപ്പെടുത്തിയ 87% അപേക്ഷിച്ച് നിലവിൽ 91% ഉയർന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ നിർമ്മാണ സൂചിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയാണെന്നാണ് റിപ്പോർട്ട് പരാമർശിക്കുന്നത്. ഓട്ടോമൊബൈൽ, ഘടകവസ്തുക്കൾ, മൂലധന വസ്തുക്കൾ, രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, മെഷീൻ ടൂളുകൾ, ലോഹങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയുൾപ്പെടെ 8 പ്രധാന മേഖലകളിൽ 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ ഉൽപാദന പ്രകടനമാണ് FICCIയുടെ 68ാമത് സർവേ വിലയിരുത്തിയത്. ഈ സർവേയിൽ വൻകിട കമ്പനികളിൽ നിന്നും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്നുമുള്ള പ്രതികരണങ്ങളാണ് തേടിയത്. ഇതുപ്രകാരം രാജ്യത്തെ നിർമ്മാണ മേഖലയിലെ സംയോജിത വാർഷിക വിറ്റുവരവ് 3 ലക്ഷം കോടി രൂപ കവിഞ്ഞു. അടുത്ത 6 മാസത്തേക്ക് നിക്ഷേപങ്ങളുടെയും ശേഷി വികസനത്തിന്റെയും പ്രതീക്ഷ സ്ഥിരമായി തുടരും. അതേസമയം ആഗോള ഭൗമരാഷ്ട്രീയ ഘടകങ്ങൾ, പ്രവർത്തന വെല്ലുവിളികൾ, നിയന്ത്രണ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയുടെ വികസനത്തിന് തടസ്സങ്ങളായി മാറുന്നുവെന്നും സർവേയിൽ പ്രതികരിച്ചവർ ചൂണ്ടിക്കാണിക്കുന്നു. സർവേയിൽ പ്രതികരിച്ച കമ്പനികളിൽ 69% അഭിപ്രായപ്പെട്ടത് 2025-2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഉയർന്നതോ സ്ഥിരതയുള്ളതോ ആയ കയറ്റുമതി നിലവാരം റിപ്പോർട്ട് ചെയ്തു എന്നാണ്. രാജ്യത്തെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ് മേഖലകൾ ശക്തമായ വളർച്ച കൈവരിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. അതേസമയം മൂലധന വസ്തുക്കൾ, രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ലോഹങ്ങൾ, യന്ത്ര ഉപകരണങ്ങൾ, തുണിത്തരങ്ങൾ, വിവിധ ഘടകവസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണ മേഖല മിതമായ വളർച്ച കൈവരിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നു. ഫാക്ടറികൾ, വാഹനങ്ങൾ, മെഷീനുകൾ, വിവിധ ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ, വാഹനങ്ങൾ, മെഷീനുകൾ, ഇലക്ട്രോണിക്സ്, സിമന്റ്, സ്റ്റീൽ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ ഉൽപാദന രംഗങ്ങൾ എന്നിവയെല്ലാം നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടുന്നു. FICCIയുടെ സർവേയിൽ പങ്കെടുത്ത 90%-ലധികം കമ്പനികളും ഫാക്ടറികളിൽ ഉൽപാദനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫാക്ടറികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഉൽപാദനവും വർദ്ധിക്കുന്നു. ഉൽപാദനം വർദ്ധിക്കുന്നതിനൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉപഭോഗവും വർദ്ധിക്കുന്നുവെന്നത്. നിലവിൽ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് ആവശ്യകത കൂടുന്നുവെന്നാണ് കമ്പനികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഫാക്ടറികൾക്ക് ഊർജം പകരുന്നു. നിർമ്മാണ കമ്പനികളിൽ 86% അഭിപ്രായപ്പെടുന്നത് ഇതുവരെയും ലഭ്യമായ ഓർഡറുകൾ പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലായോ ഇനിയും ലഭ്യമാകുമെന്നു തന്നെയാണ്. പുതുതായി GST നിരക്കുകളിൽ വരുത്തിയ കുറവ് ഉപഭോക്താക്കളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിന് കാരണമായി തീർന്നുവെന്നും ഉൽപാദന രംഗത്തെ കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മാണ മേഖലയിലെ ഫാക്ടറികൾ ഏകദേശം 75% ശേഷി ഉപയോഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതും FICCIയുടെ പുതിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇതിലൂടെ ഉൽപാദന മേഖലയിൽ രാജ്യത്തിന്റെ ഉയർച്ചയും സ്ഥിരതയും പ്രതിഫലിക്കുന്നു. ഉൽപാദന ഉപഭോഗ രംഗങ്ങളിലെ വർധനവിനൊപ്പം നിർമ്മാണ രംഗത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയാണെന്നാണ് കമ്പനികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും മാസങ്ങളിൽ തൊഴിലവസരങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നും FICCIയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജീവനക്കാരുടെ ലഭ്യതയെക്കുറിച്ച് പ്രതികരിച്ചവരിൽ ഏകദേശം 80% പേരും തങ്ങൾ തൊഴിലാളി ക്ഷാമം നേരിടുന്നില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. 38%-ലധികം കമ്പനികളും വരുന്ന 3 മാസത്തിനുള്ളിൽ വൻതോതിലുള്ള തൊഴിലാളി നിയമനം നടത്തുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. FICCIയുടെ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം കമ്പനികളും പറയുന്നത് ബാങ്കുകളിൽ നിന്ന് വായ്പയും സാമ്പത്തിക സഹായവും സൗകര്യപ്രദമായി ലഭിക്കുന്നു എന്നാണ്. ഇത് പുതിയ ഫാക്ടറികളുടെ കടന്നുവരവിനും ഒപ്പം നിലവിലുള്ളവയുടെ വികസനത്തിനും സഹായകരമാകുന്നു.
സർവേയിൽ പങ്കെടുത്ത 87% കമ്പനികളും പറയുന്നത് ആവശ്യമായ സമയങ്ങളിൽ ബാങ്കിംഗ് മേഖലയിൽ നിന്നും വായ്പാ സഹായം ലഭ്യമാകുന്നു എന്നാണ്. ഇതും രാജ്യത്തെ നിർമ്മാണ രംഗത്തിന്റെ വളർച്ചയ്ക്ക് ചാലകശക്തിയായി മാറുന്നുവെന്നാണ് FICCI റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ നിർമ്മാണ മേഖല മികവിന്റെ പടികൾ ഒന്നൊന്നായി കയറുകയാണെങ്കിലും ചില പ്രതികൂല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നും FICCIയുടെ സർവേ റിപ്പോർട്ട് പറയുന്നു. ഈ സർവേയിൽ പങ്കെടുത്ത കമ്പനികൾ പറയും പ്രകാരം രാജ്യത്ത് അസംസ്കൃത വസ്തുക്കളുടെ വില, വൈദ്യുതി, ഗതാഗത ചെലവ് എന്നിവയുടെ വർധനവും ഒപ്പം ചില മേഖലകളിൽ പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ അപര്യാപ്തതയും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും രാജ്യത്തെ ഫാക്ടറികളും വ്യവസായങ്ങളും ശക്തമായി മുന്നേറുന്നു എന്നതുതന്നെയാണ് FICCIയുടെ പുതിയ സർവേ ഫലം അടിവരയിടുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് തെളിവായി മാറുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.